അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാർഷിക പൊതുയോഗം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർക്കാട് യൂണിറ്റ്. കല്ലൂർക്കാട് വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർക്കാട് യൂണിറ്റിന്റെ 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി. കല്ലൂർക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വാർഷിക പൊതുയോഗ ഉദ്ഘാടനവും 25 വർഷം പൂർത്തിയാക്കിയ യൂണിറ്റ് പ്രസിഡന്റിനെ ആദരിക്കലും ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് നിർവഹിച്ചു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ നേരിട്ട് രംഗത്തുണ്ട്. അത് ഏകോപന സമിതികൾ എന്നാലും അതുപോലെ തന്നെ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ജയിച്ചു കിടക്കുന്ന 3600 പരം യൂണിറ്റുകളിലായി 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ നമ്മളുണ്ട്. എവിടെ ചെന്നാലും നമുക്കൊരു പിന്തുണ, കൈത്താങ്ങായി വ്യാപാരി കൂട്ടം കേരളത്തിൽ ശരീരത്തിൽ നിത്തു ഞരമ്പ് എന്ന പോലെ വ്യാപിച്ചു കിടക്കുന്ന വലിയ ശൃംഖലയാണ്. അതേപോലെ തന്നെ ഏറ്റവും നല്ല കേരള സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. എല്ലാ വർഷവും വാർഷിക പൊതുയോഗവും കണക്കും വായിച്ച് തുടർ ഭരണത്തിന് സമൂഹത്തിന്റെ സദസ്സിന്റെ അംഗീകാരം വാങ്ങിയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംഘടന. എല്ലാ വർഷവും എല്ലാ ടൈമിലും 2 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സംഘടന. കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ജനങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ഏറ്റവും വലിയ തൊഴിൽദായക മേഖല, ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള തൊഴിൽ ചെയ്യുന്ന ഒരു മേഖല അത് കേരളത്തിലെ വ്യാപാരി വ്യവസായി കൂട്ടത്തിൻ്റെ കൂടെ തന്നെയാണ്. അവരാണ് അതിന് സംരക്ഷണം. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഒറ്റപ്പെട്ട കല്ലൂർക്കാട് പോലത്തെ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഒറ്റപ്പെട്ട ഒരു വിഭാഗമല്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വ്യാപാരി കൂട്ടത്തിൽ ആ കുടുംബത്തിൽ ഒരു വലിയ തറവാട്ടിന്റെ അംഗങ്ങളാണ് എന്നുള്ളതാണ്. അവാർഡ് ദാനം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസും ഫോട്ടോ അനാച്ഛാദനവും റാങ്ക് ജേതാവിനെ ആദരിക്കലും ജില്ലാ ട്രഷറർ CS അജ്മലും നിയോജക മണ്ഡലം പ്രസിഡന്റ് PA കബീർ +2 അവാർഡ് ദാനവും ജില്ലാ വൈസ് പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ SLC അവാർഡ് ദാനവും നടത്തി. പ്രസിഡന്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ബെന്നി വി ജോസ്, ജനറൽ സെക്രട്ടറി TK പോൾ, ട്രഷറർ ബിജു പോൾ, വൈസ് പ്രസിഡന്റ് ജെയിംസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് പാവായുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.